വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 കേരളത്തിന്റെ ശബ്ദമായി മാറിയത് 3 മിടുക്കികൾ. കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ MSc ഫിസിക്സ് 2ാം വർഷ വിദ്യാർത്ഥിനി M ശിവാനി, ദേവഗിരി കോളേജിലെ അലീഷ, കണ്ണൂരിൽ നിന്നുള്ള ദേവിക കുടജാദ്രി എന്നിവരാണ് കർശനമായ കടമ്പകൾ പിന്നിട്ട് വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അണിനിരന്നത്. ജൂൺ 15 മുതൽ 17 വരെ ഡൽഹിയിലെ സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അതീവ ആത്മവിശ്വാസത്തോടെയാണ് ഇവർ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത്. രാജ്യത്തിന്റെ നയരൂപീകരണ വേദികളിലൊന്നായ പാർലമെന്റ് ഹാളിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ സാധിച്ചത് അവിസ്മരണീയമായ അനുഭവമാണെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു. നമസ്കാരം, ഞാൻ ശിവാനി, പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ അവസാന വർഷ MSc ഫിസിക്സ് വിദ്യാർത്ഥിനിയാണ്. ഇക്കഴിഞ്ഞ യൂത്ത് പാർലമെന്റില് കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിക്കുവാനും തന്റേതായ ആശയങ്ങൾ പങ്കുവെക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. നാരി ശക്തി വന്ദൻ എന്ന വിഷയത്തിലായിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് 3 പുതിയ പദ്ധതികളും ഞാൻ പാർലമെന്റിൽ മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ പദ്ധതി നാരി സുരക്ഷാ മിഷനാണ്. അതായത് നഗരങ്ങളിൽ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കായിട്ട് തത്സമയ സാങ്കേതിക നിരീക്ഷണവും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ്. രണ്ടാമത്തേത് 18 ഇയേഴ്സ് സോവറിൻ ഗ്യാരണ്ടി എന്ന് പറയും. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ സർക്കാർ ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുകയും ആ കുട്ടി 18 വയസ്സെത്തുമ്പോൾ ആ തുക, അതായത് ഇൻട്രസ്റ്റ് സഹിതം ആ കുട്ടിക്ക് ആ തുക തന്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ തുക മാറുന്ന ഒരു വലിയ തുകയായി മാറുന്ന ഒരു പദ്ധതിയാണിത്. മൂന്നാമത്തേത് നാഷണൽ റിട്ടേൺഷിപ്പ് ഗ്യാരണ്ടി എന്ന് പറയും. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് സ്ത്രീകൾ ജോലി സ്ഥലങ്ങളിൽ വീണ്ടും ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് 6 മാസത്തെ പെയ്ഡ് അപ്സ്കില്ലിംഗ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്ക് സർക്കാർ കോർപ്പറേറ്റ് നികുതിയിൽ ഇളവുകൾ നൽകുന്ന ഒരു സ്കീമാണിത്. നിരവധി മത്സരാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് ദേശീയ തലത്തിൽ കേരള യുവത്വത്തിന്റെ പ്രതിനിധികളായി മാറിയ ഇവർക്ക് അഭിനന്ദന പ്രവാഹമാണ്.